ഒരല്പം ശ്രദ്ധയോടെ നിന്നാൽ മാത്രമേ ഇന്നത്തെ വചനം കിട്ടുകയുള്ളൂ. ഒരല്പം ദൈർഘ്യമുള്ള വചനമാണ്. 2 Korinthos 1:4. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാന്തനങ്ങൾ ഓരോ തരത്തിലുള്ള വ്യർത്ഥത അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കുന്നതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. He comforts us in all our troubles so that we can comfort others. ഞാൻ ദൈവത്തിൽ നിന്ന് ഒരു സ്നേഹം അനുഭവിക്കുന്ന ഇന്നത്തെ ദിവസം ദൈവത്തിൽ നിന്ന് കരുതൽ നിനക്ക് ലഭിക്കുന്ന എന്തിനു വേണ്ടി അറിയാമോ? ഇതുപോലെ അസ്വസ്ഥരായ കരുതൽ വേണ്ട അനേകരെ ആശ്വസിപ്പിക്കാനുള്ള ഒരു കൃപയ്ക്കാണ്. അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ സ്വർഗം ആശ്വസിപ്പിക്കുന്നത് എന്നർത്ഥം. നിന്റെ ദാഹം ഇന്ന് സ്വർഗം ശമിപ്പിക്കുന്നത്, ദാഹമുള്ള നിന്റെ ചുറ്റും നിൽക്കുന്ന അനേകരുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നർത്ഥം. നിന്റെ വിശപ്പ് ഇന്ന് സ്വർഗമില്ലാതാക്കുന്നത്, നിന്റെ വിശപ്പ് ഇന്ന് സ്വർഗം അകറ്റുന്നത്, വിശപ്പനുഭവം സ്വന്തമാക്കിയ അനേകം പേരെ അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് എന്ന്. വിഷമത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും ചോദ്യചിഹ്നമായ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന മല്ലടിക്കുന്ന വ്യക്തിയാണോ നീ? അവിടുന്ന് സ്വർഗം നിനക്ക് കൈനീട്ടി തന്നെ എഴുന്നേൽപ്പിക്കുന്നെങ്കിൽ സമാനമായ അനുഭവത്തിലൂടെ അനേകം നിനക്ക് ചുറ്റും കടന്നു പോകുന്നുണ്ട്. അവരെ കണ്ടില്ല എന്നടിച്ച് മാന്യമായി നടക്കാൻ നിനക്ക് പറ്റുമായിരിക്കും. പക്ഷേ നിന്നെ ആശ്വസിപ്പിക്കുന്നത് അവൻ ആശ്വസിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കുക. ഒരുപാട് കരുതലും ഒരുപാട് സ്നേഹവും ഒരുപാട് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാനും നിങ്ങളും, അല്ലേ? അർഹതയ്ക്കപ്പുറത്ത് ഔദാര്യം എന്ന വാക്ക് എൻ്റെ ജീവിതത്തിൽ എത്രയോ തവണ അന്വർത്ഥമായി കഴിഞ്ഞു. എൻ്റെ പ്രവൃത്തികൾക്ക് തക്കതുപോലെ ദൈവം എന്നോട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ സ്ഥിതി? സത്യത്തിൽ സ്നേഹം എന്നത് എൻ്റെ ജീവിതത്തിൽ സ്വർഗം എന്നും പെയ്തിറക്കിക്കൊണ്ടിരിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ് പ്രിയമകളെ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ചുറ്റുമുള്ള അനേകർ ഈ സ്നേഹത്തിലേക്ക്, ഈ സ്നേഹാനുഭവത്തിലേക്ക് നടന്നു കയറാൻ വേണ്ടിയിട്ടല്ലേ? ആമേൻ.